അപ്പോൾ ശബരിമലയിൽ റൂം ബുക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ വേണം വരാൻ. അക്കോമഡേഷൻ ഓഫീസ് ഇവിടെ നേരത്തെ വന്ന് നിങ്ങൾ റൂം ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം കിട്ടത്തില്ല. പിന്നെ ശബരിമലയിലേക്ക് വരുന്നതിന് ടിക്കറ്റ് എടുക്കുന്നതിന് 10 ദിവസം മുന്നേ നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റൂം കിട്ടും. 10 ദിവസം മുന്നേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഓൺലൈൻ കൗണ്ടറിൽ വന്നാൽ മതി. ഇത് ഓഫ്ലൈനാണ്, നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് കിട്ടും. നമുക്കിവിടെ റൂം കിട്ടി. ഇതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18-ാം പടിയുടെ തൊട്ടിപ്പുറത്ത് മഹാകാണിക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. ആ സ്റ്റെപ്പ് കയറി വന്ന് വേണം അക്കോമഡേഷൻ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ റൂം എടുക്കാൻ. ഇത് റൂം അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റാണ് നല്ല കൂടിയ റൂമൊക്കെ ആയിരിക്കും അടിച്ചു തരുന്നത്. നമുക്കിപ്പോൾ 850 രൂപയുടെ റൂമാണ് നമുക്കിപ്പോൾ അടിച്ചു തന്നിട്ടുള്ളത്. കാരണം റൂമില്ല, ആ ഒരു ലെവലിൽ അടിച്ചു തന്നിട്ടുള്ളത്. പിന്നെ റൂം എങ്ങോട്ടൊക്കെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അക്കോമഡേഷൻ ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കും. അതായത് ഏത് റൂം എങ്ങോട്ട് പോവേണ്ടത് എല്ലാം കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ചോദിച്ച് പോയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഒരു സ്റ്റെപ്പ്. നമ്മുടെ റൂം വന്നിട്ട് ശിവശക്തിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് കയറി പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ശിവശക്തിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് റൂം, ഏത് റൂമാണ് ഒന്നും അറിയില്ല. അവർ പറഞ്ഞത് 4 പേര് തൊട്ട് 15 പേർക്ക് വരെ കിടക്കാൻ പറ്റുന്ന വലിയ റൂമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 850 പേയ്മെൻറ്റ് എടുത്തതെന്ന്. കാരണം വേറെ അവൈലബിൾ ഇല്ലായിരുന്നു. 500 രൂപയും കൊണ്ടാണ് ഞാൻ 2 റൂം എടുക്കാൻ വേണ്ടി പോയത്. അപ്പോഴാണ് അവർ പറഞ്ഞത് 850 രൂപയാവുന്നത്. സോ അങ്ങനെ 1000 രൂപ പൊടിച്ചിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നോർമൽ നമ്മൾ വേറെ എവിടെ റൂം എടുത്താലും 1500 രൂപയാണ് അവർ വാങ്ങിക്കുന്നത് പൊതുവേ. പിന്നെ അവർ 12 മണിക്കൂറത്തേക്കാണ് ഈ ഒരു പേയ്മെൻറ്റ് എടുക്കുന്നത്. ഇനി പേ ടു സോപാനം ശിവശക്തി ശ്രീ മണികണ്ഠ പാലാഴി ശ്രീമാത ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ശബരിമലയുടെ ഒരു ലോങ് വ്യൂ കാണാൻ പറ്റും നമുക്ക്. ഫുള്ള് ശബരിമലയുടെ ഒരു സന്നിധാനത്തിൻ്റെ മൊത്തം ഒരു ലോങ് വ്യൂ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഏതോ കൈലാസ്, വേറെ പിൽഗ്രിം സെൻറ്റർ 2, അതൊക്കെയാണ് മറ്റ് റൂമുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ റൂം ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എങ്ങനെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. റൂമിൽ കയറിയിട്ട് നമുക്ക് പറയാം. കാരണം ഇങ്ങനെ വീഡിയോ എടുത്ത് റൂമിലോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇത് സോപാനം എന്ന് പറയുന്ന മറ്റൊരു റൂമാണിത്. അപ്പം നമ്മൾ സോപാനത്തിലല്ല, നമ്മൾ പോകുന്നത് ശിവശക്തി DH5ലേക്ക്. എത്ര പേര് ശബരിമല സ്റ്റേ ചെയ്തിട്ടുണ്ട്? ഞാൻ റൂം എടുക്കാതെ ചുമ്മാ പാവിരിച്ച് കിടന്നിട്ടുണ്ട്. ചുമ്മാ പാവിരിച്ച് കിടക്കാനാണ് 20 രൂപ മതി നിങ്ങൾക്ക് ചുമ്മാ കിടക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അഗാധമായിട്ട് ഉറങ്ങിപ്പോവാണെങ്കിൽ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും ഭേദമല്ലേ ഒരു റൂം എടുത്തിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്, റൂം എടുത്ത് കയറുന്നത്. ഇത് മാളികപ്പുറം അതിനിപ്പുറമാണ്. സോ എല്ലാവരെയും കടത്തി വിട്ടു, ഫുള്ള് കഴുകി തളിച്ച് നടയൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പുതിയതായിട്ട് വന്ന നവഗ്രഹ മണ്ഡപം. നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് കാണാം. ഞാൻ രാവിലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് നവഗ്രഹ മണ്ഡപം, അത് പഴയ മണ്ഡപം. ഞാൻ ഓൾറെഡി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്, NSSൻ്റെ ഫ്രീ മെഡിക്കൽ എയ്ഡ് സെൻ്ററാണ്. അപ്പോൾ ഇതാണ് ശിവശക്തി ഡോണർ ഹൗസ്. വലിയ ബിൽഡിംഗ് ആണല്ലോ. കുഴപ്പമില്ല, ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം നല്ല നീളത്തിന് പോയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ് നല്ല ലെങ്ത്തിൽ പോവാണ്. അപ്പം നമുക്കിനി ഇതിനകത്ത് എവിടെയാണ് കയറണമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ റൂമാണെന്ന് കേട്ടത്, വലിയ റൂമാണെന്നാണ് പറഞ്ഞത്. ആഹാ കൊള്ളാം, ഇതെന്താ സത്രോ, വലിയ റൂം. 15 പേർക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്ന റൂമിലാണ് നമുക്ക് 2 പേർക്ക് അടിച്ച് തന്നിട്ടുള്ളത്. നല്ല എക്കോ ഉണ്ട് റൂമിൽ, സൗണ്ട് നല്ല രീതിയിൽ മുഴങ്ങും. ഇതൊക്കെയാണ് ശബരിമലയുടെ റോയൽ സെറ്റപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. വലിയൊരു തറ, നല്ലൊരു തറയാണ് നമ്മൾ റൂമായിട്ട് എടുത്തത്. ഇവിടെ ഇനി വിശാലമായിട്ട് തറയെ കിടന്ന് ഉരുളാം. ബെഡൊക്കെ കിട്ടുമോ ഇല്ല, ഈ മുകളിലിരിക്കുന്ന ബെഡ് തന്നെയാണോ ഐ ഡോണ്ട് നോ. നേരെ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും. പിന്നെ ഭാഗ്യത്തിന് ചാർജറൊക്കെ വെച്ചിട്ടുണ്ട്, അതെന്തായാലും നന്നായി. ബാത്റൂം ഉണ്ടല്ലേ. ശബരിമലയിൽ ദിസ് ഈസ് റോയൽ. ശബരിമലയിൽ ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് കിട്ടി. പിന്നെ ഒരു നോർമൽ ബാത്റൂം കിട്ടിയിട്ടുണ്ട്, ഒരു വാഷ് ബേസും കിട്ടിയിട്ടുണ്ട്. സംതൃപ്തിയായി. ഇൻബിൽഡ് ബാത്റൂമുള്ള അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ശബരിമലയിൽ റൂമൊക്കെ കിട്ടാന്നൊക്കെ പറയുന്നത് സ്വപ്നമാണ്. സോ എനിവേ താങ്ക് യു അയ്യപ്പ. അല്ലാതെ പിന്നെ എന്തോ പറയാനാണ്. ഇത്രയും വലിയ വിശാലമായ റൂം, 2 അലമാര.
850 രൂപയായ റൂമിൻ്റെ ചാർജ്. പക്ഷേ റൂമിനകത്ത് നമുക്ക് പായില്ല, തലോണിയില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. പായ്ക്ക് 10 രൂപ ഒരു പായ്ക്ക്. അപ്പോൾ പായുടെ വലിപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ഇത്രയും വലിയ പായാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പാ ഇങ്ങനെ കൂട്ടിയിട്ടാൽ മാത്രമേ ഒരാൾക്ക് അതിൽ കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് കിടക്കുന്നെങ്കിൽ ഓക്കെ, ഒരു 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പാ മേടിച്ചോ. നമ്മൾ പിന്നെ 4 പാ മേടിച്ചോ 2 പേർക്ക് കിടക്കാനായിട്ട്. കാരണം രാത്രി തണുപ്പടിച്ച് കഴിഞ്ഞാൽ പണിയാവും. ഒരു പായ്ക്കോടെ 10 രൂപ കൊടുക്കണം. പിന്നെ തലോണി വേണ്ടാന്ന് വെച്ചു, കാരണം ഒരു തലോണിക്ക് 20 രൂപ വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് വീണ്ടും പൈസയാവും. അപ്പോൾ എങ്ങനെ പോലും 1000 രൂപയാവും 12 മണിക്കൂറത്തേക്ക്. അതുകൊണ്ട് പിന്നെ തലോണി വേണ്ട എന്ന് വെച്ചു നമ്മൾ വന്നു. ഇത്രയും കിട്ടിയത് വലിയ പാടാണ്. അത് ക്യൂവിൽ കറക്റ്റ് സമയം നിന്നുകൊണ്ട് കിട്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ അതും കിട്ടില്ലായിരുന്നു. ആദ്യം 650 റൂം ഓക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. അതവർ ക്യാൻസൽ ചെയ്തിട്ട് 850 റൂം അടിച്ചു തന്നു. സത്യം പറഞ്ഞാൽ 15 പേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 850 രൂപ ഉള്ളൂ ഇവിടെ റൂം എടുക്കാനായിട്ട്. സോ 15 പേരൊക്കെ വരുവാണെങ്കിൽ നേരത്തെ ഞാൻ പറയാനുള്ളത് ഓൺലൈനിൽ 10 ദിവസം മുന്നേ ബുക്ക് ചെയ്ത് വരിക. അല്ലെങ്കിൽ വന്നിട്ട് ആദ്യം അയ്യപ്പനെ കണ്ടിട്ട് നേരെ വന്ന് റൂം അങ്ങ് ബുക്ക് ചെയ്തേക്കുക. റൂം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോ. കാരണം ഇപ്പം വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ 12 മണിക്കൂറാകുമ്പോൾ രാവിലെ 4-5 മണി ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് കറങ്ങി നടന്നാൽ മതി. അല്ലെങ്കിൽ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. അതാണ് ഏറ്റവും പറ്റിയ സമയം. പിന്നെ പാറ്റയുണ്ട്, നല്ല രീതിയിൽ പാറ്റയൊക്കെ ഇവിടെ ഉണ്ട് ഈ റൂമിൽ. എനിവേ ഒരു 2 അശയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം തുണിയൊക്കെ ഉണക്കാനില്ല. ഫാൻ ഇട്ടിട്ടുണ്ട്, ഫാനിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫാനും കാര്യങ്ങളൊന്നും ഇടില്ല, അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കണം. ഇപ്പോൾ അറൗണ്ട് 10 മണിയായി. അപ്പം നമുക്ക് രാവിലെ 10 മണി വരെ സമയമാണ്. നമ്മൾ ലാസ്റ്റ് 10 മണിക്കാണ് ഇത് ബുക്ക് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടിയല്ലോ റൂം. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്നലെ റൂം എടുത്തത്. അത് പകലായി, ഇപ്പോൾ രാവിലെ ആയി. ചെറിയ മഴയൊക്കെ ഉണ്ട്, നല്ല മഴ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് വേറെ ഒരുപാട് നമ്മുടെ ഹൗസസ് ഉള്ളത്. വേറെ ശ്രീമാത ഡോണർ ഹൗസ്, പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ശാസ്താവിധി, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വൃന്ദാവൻ ഹോട്ടല്, തൊട്ടിപ്പുറത്ത് പാലാഴി ഡോണർ ഹൗസ്, അതിന് ശേഷം ഇപ്പുറത്ത് ശ്രീ മണികണ്ഠ ഡോണർ ഹൗസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് താമസിക്കാനുള്ള റൂമുകൾ വരുന്നത് ശബരിമലയിൽ. അപ്പോൾ താമസിച്ച എക്സ്പീരിയൻസ്, റൂമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. വെറും പായിൽ കിടന്നിട്ട് നല്ല തണുപ്പ് കയറി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, റൂം എടുത്ത് അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന അയ്യപ്പന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പുതപ്പ്, ഒരു ബെഡ്ഷീറ്റ്, അല്ലെങ്കിൽ ഒരു തലയണ 20 രൂപയ്ക്ക് മേടിക്കാം. നിങ്ങൾക്ക് ഒരു പുതപ്പ് ബെഡ്ഷീറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മതിയാവും. കാരണം നല്ല തണുപ്പായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു തണുപ്പിനെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഒരു ബെഡ്ഷീറ്റ് മസ്റ്റായിട്ട് കൊണ്ടുവന്നാൽ ബെറ്റർ ആയിരിക്കും.